തോടാണ്. പിഴിയുന്ന നാരങ്ങയുടെ എല്ലാം നാരങ്ങ പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞങ്ങ് നല്ലപോലെ അങ്ങ് പിഴിയുന്നില്ലല്ലോ, അതിൻ്റെ തോടാണ്. അത് ഞാൻ ഉപ്പിനകത്ത് ഉപ്പും കാന്തകാരിയും കൂടി ഇട്ട് ഉപ്പിലിട്ട് വെക്കും. ചൂടുവെള്ളം, അതായത് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് ഉപ്പും ഇട്ട് വേവിച്ചിട്ട്, വെള്ളവും ഉപ്പും കൂടെ തിളപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നാരങ്ങ തോട് പിഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന തോടാണ്. ആ തോടും കാന്താരി കൂടെ ഒരു എരിക്ക് വേണ്ടി ഇടും. ആ തോട് നമ്മൾ അച്ചാർ ഇടും എന്ന് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഉപ്പും വെള്ളവും തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കാന്തകാരി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒത്തിരി എരിയാവും നെല്ലിക്കകത്ത് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇത് ഞാൻ നാരങ്ങ ഉപ്പിലിട്ടേക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് ക്യാരറ്റ് വെള്ളയ്ക്ക് ഇട്ടതാണ്. അതിനകത്ത് ഉപ്പും വെള്ളവും കളയണ്ടല്ലോ എന്ന് ഓർത്ത് അതിനകത്തോട്ട് ഞാൻ ഈ നാരങ്ങ ഇട്ട് വെച്ചേക്കുന്നത്. അന്നേരം അതിൻ്റെ ആ ഉപ്പെല്ലാം കൂടെ പിടിക്കും. നാരങ്ങ നമ്മൾ അച്ചാറിട്ടാണ് സാധാ ഇരുന്ന പോലെ തന്നെ. അധികം പുളി പക്ഷേ ഇല്ല. പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇച്ചിരി നീര് ഒഴിക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് നല്ല നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. ഇത് അധികം പുളി വേണ്ടാത്തതുകൊണ്ട്